ഞാൻ ഒന്നേറാമത്തെ ജോലിക്കായിരുന്നു. അപ്പോൾ ഇട ദിവസം വീട്ടിൽ ചെല്ലുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അച്ഛനെ കയ്യിൽ ഒരു വിരലുള്ളൂ, വിലയ്ക്ക് വന്നാൽ ഇങ്ങനെ പ്രയോജനപ്പെടുന്നതിനെ പറ്റിയെല്ലാം പറഞ്ഞ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അന്ന് അവിടെ ഒരു കിണറുണ്ട്. ആ കിണർ തീരുമ്പോൾ താൻ മുകളിൽ നിൽക്കുന്ന ഒരു സഹോദരൻ താഴെ നിന്ന് ബക്കറ്റിന് വെള്ളം പിടിച്ചു. താൻ ആ ഒറ്റ വിരലിലാണ് ഒരു വലിയ ബക്കറ്റ് വെള്ളം കൊടുത്തത്. ഞാൻ പറഞ്ഞു, താൻ വിലയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന തൻ്റെ ആ സ്വഭാവവും തൻ്റെ സഹിഷ്ണുത എല്ലാം അത് ആദ്യമായിട്ട് ഞാൻ ചിന്തിച്ചതിന് അന്നാണ്, ആ ഇതിലാണ് കാണുന്നത്. അതിനുശേഷം താൻ മന്ദിരത്തിൽ വന്നു. മന്ദിരത്തിൽ എറണാകുളത്തിന് വേണ്ടിയാണ് തൻ്റെ ജീവിതകാലം ഏറെയും ചിലവഴിച്ചത്. അതിലേറെ നന്ദിയും അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭവനത്തിൽ ഏകനായിട്ടാണ് വിശ്വാസത്തിൽ വന്നത്. ഞങ്ങളുടെ ദേശത്ത് വിശ്വാസികളുമില്ല. കാലങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ഏതെങ്കിലും ഒരു കഷ്ടമുണ്ടായാൽ ദൈവത്തിൻ്റെ ദാസന്മാരെ ആ സമയത്ത് ദൈവം പറഞ്ഞയക്കുന്ന ഒരു സ്വഭാവം പൊതുവെയുണ്ട്. അത് അങ്ങനെ തന്നെ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ താൻ ഭവനത്തിലെത്തി എങ്ങനെയെന്ന് അറിയില്ല. അങ്ങനെ ഒരു അനുഭവമാണ്. താൻ എളിയവരെയൊക്കെ സ്നേഹിച്ചു, സഹായിച്ചു, അങ്ങനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം തന്നെ ഉണ്ടായിരുന്നു. കാണുമ്പോൾ വറീസ് ബ്രദർ എന്ന് വിളിക്കുന്നതിൽ സ്നേഹത്തിന്റെയും ആശ്വാസത്തിന്റെയും മാധുര്യം ഉണ്ടായിരുന്നു. ആ ഒത്തിരി നന്മകൾ അനുഭവിക്കാൻ കഴിഞ്ഞു. ഞാൻ കുഞ്ഞു കുട്ടികളുമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഏറെ കഷ്ടങ്ങളുടെ ഏത് പ്രയാസങ്ങളിലെല്ലാം താൻ ഓടിയെത്തുമായിരുന്നു. ഞങ്ങളുടെ ആശ്വാസമായിരുന്നു. വേണ്ടതും ആലോചനകൾ തരുമായിരുന്നു. ഇതിനെക്കുറിച്ച് വാക്ക് പറയാതെ പോകുന്നു ശരിയല്ലല്ലോ എന്ന് നോക്കിയിട്ട് ഒരു ദിവസം പോലും അവൻ ദേവാനിക്ക് അങ്ങോട്ട് ചെയ്തവരായിട്ട് എന്നിട്ടെല്ലാം പറയാൻ അനുവദിച്ചില്ല. പോകുമ്പോൾ ഈ വിശുദ്ധൻ തലമുടി സഭയുടെയും എറണാകുളം സെന്ററിന്റെയും ലോക്കൽ സഭകളുടെയും തിരുവനന്തപുരത്തിന്റെയും തൃശ്ശൂരിന്റെയൊക്കെയും അഭിമാനമായിരുന്ന ഈ വിശുദ്ധൻ എനിക്കും വാസ്തവത്തിൽ അഭിമാനം തന്നെയായിരുന്നു. തൻ്റെ സ്വഭാവ ഗുണങ്ങളും നൈപുണ്യങ്ങളും തൻ്റെ പക്വതയും തൻ്റെ വിശുദ്ധ ജീവിതമൊക്കെയും എന്നെയും വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1980 എനിക്ക് താനുമായി പരിചയപ്പെടാൻ ഇടയായത്. 1980 ഞാൻ വടക്കേരിയിൽ നിന്നും സ്ഥലം മാറി എറണാകുളത്തേക്ക് വരുമ്പോൾ ആണ് എനിക്ക് ആദ്യമായി പരിചയപ്പെടാൻ ഇടയായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇദ്ദേഹം ആത്മാക്കളെ നന്നായി വിവേചിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കേരളത്തിലേക്ക് സ്ഥലം മാറി വന്നപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ആ വർഷത്തിൽ വളരെ സമരങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. എറണാകുളം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ആയിരുന്നു അന്ന് എൻ്റെ ഓഫീസ്. ആ ഓഫീസിന് മുമ്പിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിന് മുമ്പിൽ ഒരു പന്തൽ കെട്ടി ധർണയും സമരമൊക്കെയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അന്ന് ആ സമരക്കാരോട് എല്ലാവരും ഇറങ്ങി നിൽക്കണമെന്നുള്ള വളരെ നിർബന്ധമായതിനാൽ ഞാനും ആ സമരക്കാരോട് ഇറങ്ങി നിന്നു. അപ്പോൾ തമ്മിച്ചാൻ എവിടെ നിന്നോ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് പെരുമലൊക്കെ പോകുമ്പോൾ ആ പോകുന്ന നോക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നെ ഒന്ന് തുറച്ചു നോക്കി. അപ്പോൾ തന്റെ നോട്ടത്തിൽ എന്തോ ഒരു അപാകതയുണ്ടെന്ന് കണ്ടിട്ട് എനിക്ക് വലിയ ദുഃഖം തോന്നി. ഞാൻ ഈ സമരക്കാരനോട് നിൽക്കുകയാണോ എന്നൊരു ചിന്ത തനിക്ക് ഉണ്ടായിട്ടായിരിക്കും ഞാൻ നോക്കുകയെന്ന് എനിക്ക് തോന്നി. സ്തോത്രം ചെയ്യുന്നു. ഞാൻ പിന്നീട് യൂണിയനിൽ നിന്നും റിസൈൻ ചെയ്യാൻ ഇടയായി തീർന്നു. കാരണം എൻ്റെ വിശ്വാസവും യൂണിയനിന്റെ പ്രവർത്തനം ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. യൂണിയൻ ഞാൻ പ്രവർത്തിക്കുന്നില്ലായെങ്കിൽ തന്നെയും എന്നെ ഉദ്യോഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും സുരക്ഷത്തിന് വേണ്ടിയിട്ടും ഒരു യൂണിയനോട് ചേർന്ന് നിൽക്കുന്നത് ബുദ്ധിയായിരിക്കും എന്ന് കരുതി അങ്ങനെ ഞാൻ മെമ്പറായിരുന്നതാണ്. എന്നാൽ തന്റെ നോട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ മെമ്പർഷിപ്പ് നിന്നും രാജിവെക്കുന്നിടയായതിനോട് താനുമായി എനിക്ക് സംസാരിക്കാനിടയായത്. ഞാൻ പെട്ടെന്ന് ഇവിടെ ഔദ്യോഗിക സംബന്ധിച്ച് ഒരാവശ്യം വന്നപ്പോൾ തന്നെ ഇവിടെ ഒന്ന് കാണുന്നതിന് സംസാരിക്കാനിടയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു സന്തോഷമുള്ളത് തൻ്റെ ഈ 56-ാമത്തെ വയസ്സിൽ ഇങ്ങനൊരു വിശുദ്ധ ജീവിതം ചെയ്ത് കർത്താവിൽ ചേർക്കപ്പെടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം കൊടുത്തതെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നതിനെ സ്തുതിക്കുന്നു. നമ്മോട് സ്തോത്രം ചെയ്യുന്നു. താൻ കാണിച്ച നല്ല മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ഞാൻ സന്തോഷിക്കുന്ന വേളയില് വിശുദ്ധന്മാരുടെ മധ്യേ എന്റെ ദൈവത്തെ ഈ വിശുദ്ധന്മാരെ കുറിച്ച് സാക്ഷി പറഞ്ഞ ദൈവം എനിക്ക് സഹായിച്ച ഒരു സ്നേഹത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഈ അച്ഛൻ മണുതിരുത്തിൽ വരുന്നത് 1987 ഡിസംബർ മാസത്തിലാണ്. അന്ന് ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ വളരെയേറെ പരിശോധനയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന അവസരമായിരുന്നു. ശുശ്രൂഷകനായിട്ട് അവിടെ കടന്നു വരുമ്പോൾ എന്നാൽ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും കടന്നു വരുന്നത് വളരെ ഭയത്തോടെയാണ്. കാരണം ഞങ്ങളുടെ വീട്ടുകാര് വളരെ ഞങ്ങൾക്ക് ദോഷമായി പ്രവർത്തിക്കുന്ന സമയമായിരുന്നു. അതിനാൽ ഞങ്ങളുടെ വീട്ടിലെ വിശുദ്ധന്മാർ കടന്നു വരുന്നത് വളരെ ഭയപ്പെട്ടായിരുന്നു. ആ സമയത്താണ് ഈ വിശുദ്ധൻ അവിടെ കടന്നു വരുന്നത്. എന്നാൽ ഞങ്ങളുടെ ആവശ്യങ്ങളും ഞാൻ പിതാവായി എൻ്റെ മൂത്ത സഹോദരനായി വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആത്മീയമായും എന്റെ ഭൗതിക വിഷയമാണല്ലോ. എന്റെ പിതാവ് മരിച്ച ഒരു ആവശ്യം എവിടേക്ക് വരുന്നത് പലപ്പോഴും ജീവിതത്തിന് പല നിർണായ ഘട്ടങ്ങളിലും ഒരു പിതാവിനെ പോലെ നല്ലൊരു നടത്തിപ്പുകാരനായി ഞങ്ങൾക്ക് ധാരാളം ഉദ്ദേശം നിലനിർത്തിയൊരു വിശുദ്ധനാണിത്. പ്രത്യേകിച്ചും എന്റെ 2 പെൺകുഞ്ഞുങ്ങൾ അവർ ചെറു പ്രായത്തിൽ അവരെ വിളിച്ച് ഉപദേശിച്ച് സഭയിൽ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ വളരണം, എങ്ങനെ പോകണം, അതിന്റെ ഗുണങ്ങൾ ഇന്ന് ഞാൻ അനുഭവിക്കുകയാണ്. ദൈവകൃപയാൽ സ്കൂളിലൊക്കെ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ വർഷങ്ങളെല്ലാം സഹായിച്ചു. ഈ പ്രിയപ്പെട്ട വിശുദ്ധൻ എന്റെ ജീവിതത്തിൽ എന്നെ വളരെ സ്വാധീനിക്കുകയും എങ്ങനെ ജീവിക്കണം ഒന്നിന്റെ കാര്യം ഞാൻ പറഞ്ഞുള്ള ഒരു സമയത്ത് എനിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്റെ സ്വന്തക്കാരെ മൊത്തം തേടിപ്പിടിച്ച് അവരെല്ലാം കൂട്ടത്തിൽ പോകാൻ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് താമസിക്കാൻ ഒരു തിരുപ്പതി സാഹചര്യം ഒരുക്കി തന്നിരിക്കുകയാണ് എറണാകുളത്ത്. എന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടായ്മ ദൈവത്തോടും നടത്തിപ്പോയാലൊരു വിശ്വാസമുണ്ടോ, അല്ലാതെ എല്ലാത്തിനും പുറകെ പോകാൻ പാടില്ല. അങ്ങനെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളെ പറ്റി പറഞ്ഞു തരികയും പലപ്പോഴും എനിക്ക് രാത്രി അധിക സമയം അദ്ദേഹത്തോട് മുറിയിൽ പോയി ചെലവഴിക്കാൻ സാധിക്കുമ്പോൾ ഉപദേശത്തിന്റെ പല കാര്യങ്ങൾ തൃത്വം തുടങ്ങിയ വിഷയങ്ങളെ പറ്റി എനിക്ക് ഒത്തിരി സംശയം തോന്നിയിട്ടുണ്ട്. എന്റെ അറിവില്ലാതെ സംശയങ്ങൾക്കെല്ലാം യഥാവിധി മറുപടി തരും. ഞാൻ വളരെ വിസ്മയത്തോട് നോക്കിക്കാണുന്നതാണ്. വേദപുസ്തകം വഴി ഒറ്റ ബുക്കും ഈ അച്ഛൻ റെഫർ ചെയ്യാറില്ല. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 6 വരെ 1.5 വർഷം പഠിപ്പിച്ച ശേഷം പിന്നെയും പറയാൻ ബാക്കിയുണ്ട്. എന്റെ ചെറു മനസ്സിൽ ഞാൻ വളർന്നു വന്നിരിക്കുന്ന വിശ്വാസത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് പിടിച്ചെടുക്കൊണ്ടുപോയതുമായ ഒരു ദൈവ വിശുദ്ധനാണ് ഈ കിടക്കുന്നത്. പലപ്പോഴും ശാസിക്കുകയും ചെയ്ത പിതാവാണ്. ആ കാണിച്ചെന്ന മാതൃക അത് ഞാൻ നന്ദിയുള്ളവരാണ്. എന്റെ കുടുംബം നന്ദിയുള്ളവരാണ്. ദൈവസന്നിധി ഈ വിശുദ്ധന്മാർ പഠിച്ചത് പ്രഫലമായി ഇന്നുവരെ നിലനിന്നു പോകാൻ ഒരു വർഷത്തോളം തന്നെ എൻ്റെ കുടുംബത്തിൽ ഓരോരുത്തരായി രോഗത്താൽ കഷ്ടപ്പെട്ട് അതികഠിനമായി എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അവിടെ ചെന്നത്. ചിന്നമ്മയെ വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഞാൻ പോയില്ല. ചിന്നമ്മയാണ് ആദ്യമായി പോകുന്നത്. അവരവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. സൗഖ്യം വന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു അല്പം വിശ്വാസം നമുക്ക് ഞാനങ്ങനെ സഭയിൽ പിന്നെയുള്ള ഞായറാഴ്ചകളിലൊക്കെ ചെന്നു. അച്ചായനെ കണ്ടു. അച്ചായനോട് പറഞ്ഞു ഇനി എന്നും വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് സഭായൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വിടാം, അതിനുശേഷം മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ഒരു ഓപ്പണറാണ്. മാസയുടെ ഓണവാര വരെയായിരുന്നു. ബസ്സുകളൊക്കെ ഒരു ബസ്സെടുത്ത് അങ്ങനെ സഭ എല്ലാ ആ ദേശത്തിന് ചുറ്റും ഞാൻ ഈ യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. എല്ലാ യൂണിയനിലും എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഞാൻ ശരിയായ രീതിയിൽ മാനസാന്തരപ്പെട്ടിട്ടില്ലായിരുന്നു. എനിക്ക് വല്ലാതെ വീടി വലിയ കഞ്ചാവൂരിയൊക്കെ എനിക്ക് വല്ലാതെ ആയിരുന്നു. എനിക്ക് ഒരിക്കലും അത് ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ എന്നാൽ ഇവരുടെ നിർബന്ധപ്രകാരം ഞാനും ആ കൂട്ടത്തിൽ കയറി ഓപ്പണറിൽ പോയി. ഞാൻ ചെല്ലുമ്പോൾ ഓരോ ബൂത്ത് അങ്ങോട്ട് ചെല്ലുമ്പോഴും അവിടുത്തെ യൂണിറ്റ് ഓഫീസിൽ കയറി വീഡിയോ വിളിക്കും. അത് കഴിഞ്ഞ് പാലപ്പെടുത്തി ചെല്ലുമ്പോഴും പുണ്യക്കാട് ചെല്ലുമ്പോഴും ചെല്ലുന്നിടത്തൊക്കെ കയറി വീഡിയോ വിളിക്കും. ഇവര് കംചാരോട് പറയുമായിരുന്നു. പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ പലരും വിശ്വാസികൾ പലരും പറഞ്ഞു ഇതൊക്കെ ശരിയാണോ ഇങ്ങനെയാണോ നടക്കുന്നതൊക്കെ ചോദിക്കും. ഞാൻ അന്നേരം പറയും എനിക്ക് നിർത്താൻ കഴിയില്ല. ഇതുപോലെ ഞായറാഴ്ച സഭായത്തിന് എന്നാൽ ആ പാട്ടിന് സമയത്ത് വെച്ച് ഞാൻ അവിടെ റോഡിന്റെ എന്തെങ്കിലും ഒരു മറപ്പൽ വെച്ചിട്ടുണ്ട്. അവിടെ പോയി വീഡിയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സന്ദർഭത്തിൽ എനിക്ക് വരെ ദൈവത്തെ സ്തുതിപ്പാനും നമ്മളെ വിട്ട് കടന്നുപോയ താൻ പ്രിയം വെച്ചതായ ആ സിയോനിൽ പിതാവിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നതായ പ്രിയ നമ്മുടെ പാസ്റ്ററിനെ കുറിച്ച് എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്നിരുന്നോളാം. പ്രിയ പാസ്റ്റർ, ഞാൻ എറണാകുളത്ത് വരുന്ന സമയം മുതൽ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ജീവിതത്തിൽ പല വഴിത്തിരിവുകളിലും തന്റെ സാന്നിധ്യവും തന്റെ പ്രാർത്ഥനയും അതിൽ കൂടെ
ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ എന്റെ ജീവിതത്തിൽ ദൈവം സഹായിച്ചു. പലപ്പോഴും തന്നെ കാണുമ്പോഴും തന്റെ എളിമത്തതും തന്റെ താഴ്മയും തന്നെ ആരും ബഹുമാനിക്കുന്നതിലല്ല തനിക്ക് കാര്യം മറ്റുള്ളവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഇടയനായിട്ട് തന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞു, എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ അനേകം ഉപദേഷ്ടകാരന്മാർ ഇപ്പോൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ ത്യാഗികളായ, പ്രതിഷ്ഠിക്കപ്പെട്ടതായ നല്ല ഇടയന്മാരെ ദൈവം നമുക്ക് ദാനമായി തന്നു. അത് നമ്മുടെ ജീവിതത്തിൽ, എന്റെയും ജീവിതത്തിൽ അത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അവർ പറഞ്ഞതായ ദൈവത്തിൻ്റെതായ വഴികളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് എനിക്കും ദൈവം വെച്ചിരിക്കുന്ന അവകാശം പ്രാപിപ്പാൻ, നല്ല ഓട്ടത്തെ ഓടി തികയ്പ്പാൻ അടിയന്റെ ജീവിതത്തിൽ എനിക്ക് സമയം ഒരുക്കി തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഈ അച്ചായനെ കുറിച്ച്, വിശുദ്ധനെ കുറിച്ച് ഏകദേശം 25 വർഷത്തിലോ പഴക്കമുണ്ട്. എനിക്ക് ദൈവത്തിന് 1981 കൊച്ചിയിൽ വന്നതിന് ശേഷം അതിനുശേഷം ഈ അച്ചായനുമായിട്ട് എനിക്ക് അന്ന് മുതൽ ഒരു ബന്ധമുണ്ട്, പരിചയമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയദാസനാധികം ലോക്കലില് പുതിയ ആലുവ മുളന്തെത്തി ഇങ്ങനെയുള്ള പറവൂര് ഈ ലോക്കൽ സഭകളിൽ ഇരിക്കുമ്പോഴും സെൻട്രൽ വരുമ്പോഴും ഞാൻ ഇടയ്ക്ക് ലോക്കൽ സഭകളിൽ പോയി ഇരിക്കുന്ന സ്ഥലത്ത് പോയി ആരാധന കൂടാ അതുകൊണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഏകദേശം ഒരു 10-25 വർഷത്തിന് മേളില് കൂടുതൽ ഈ ദേവദാസനുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളോട് ഒരു പ്രത്യേക കരുതലും സ്നേഹവും എന്റെ കുടുംബത്തോടുണ്ടായിരുന്നു. ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. എളിമയോടെ, നിറഞ്ഞ സ്നേഹത്തോടെ, താഴ്മയോടെ, ബഹുമാനത്തോടെ, മറ്റുള്ളവരെ ബഹുമാനിച്ച്, മറ്റുള്ളവരെ സ്നേഹിച്ച്, നിറഞ്ഞ സ്നേഹത്തോടെ ഇടപെടുന്ന സ്വഭാവം ഈ വിശുദ്ധനുണ്ടായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട പാസ്റ്ററുടെ സഹോദരനാണ്. ഇപ്പോൾ വന്നവർ അദ്ദേഹത്തിന്റെ സഹോദരന്മാരും സഹോദരിയും കുടുംബങ്ങളുമാണ്. ഈ സഹോദരൻ സാക്ഷി പറയുന്നത് അതിന്റെ ജ്യേഷ്ഠനാണ്. ദൈവമക്കളുടെ മുഖായും എനിക്ക് ഇപ്പം തന്നെ ശക്തിയില്ലാത്തൊരവസ്ഥ. എന്നാമത്തിനോട് സൂത്രം പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമായി ദൈവം നടത്തുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തിരുവല്ല സെൻട്രലിൽ തലവടി ലോക്കലില് ഒരു ബിലീവറായിരിക്കുന്ന അവസരത്തിലാണ് മാതാപിതാക്കളിൽ 5 മക്കളിൽ 3ാമനായ ദൈവവേലയ്ക്കായി വിളിച്ചു വേർതിരിച്ച് ജീവിതത്തിന്റെ മഹത്വമേറിയ ഈ ശുശ്രൂഷ നാമത്തിനോട് സ്തോത്രം ചെയ്യുന്നു. 4 ആൺമക്കളും ഒരു സഹപരിപ്പങ്ങളും ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. കുട്ടിക്കാലത്തെ ജീവിതം വളരെയധികം കുസൃതിയായിരുന്നു. അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാതെ ദിവസവും ശിക്ഷ വാങ്ങാത്ത ദിവസമില്ല. ആ അവസരത്തിൽ വെല്ലമിച്ചോട് പറയും, എനിക്ക് പോരാൻ വയ്യ. അത്രയും കുസൃതിയായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. എന്നാൽ വെല്ലമിച്ച് പറഞ്ഞു, അതിന്റെ കുസൃതിയെല്ലാം മാറി നല്ല ഒരു പൈതലായിത്തീരും. നിനക്ക് വളർത്താൻ കഴിയെങ്കിൽ എന്നെ അടുത്ത് വിട്ടരുത്. അങ്ങനെ ആ അവസരം കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് കടന്നതായ അവസരം മുതൽ പെട്ടെന്ന് ജീവിതത്തിലൊരു വ്യതിയാനമാണ് ഉണ്ടായത്. ആരെയും ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം, ആര് പറഞ്ഞാലും അതിനെതിരില്ലാത്തത്, ആർക്കും കീഴ്പ്പെട്ടിരിക്കുന്ന സ്വഭാവം, ഇത്രയേറെ സ്വഭാവങ്ങളാൽ എന്തിനും മറ്റുള്ളവർ കൂട്ടുകെട്ടിലോ ഒന്നിനുമേ ഇല്ലാതെ കണ്ട് വിശ്വാസ വീട്ടിൽ പോവുക, പഠനങ്ങൾ കേൾക്കുക, കൂട്ടങ്ങൾക്ക് സംബന്ധിക്കുക, വിശ്വാസഭവനത്തിൽ വേല ചെയ്യുക, ഒരു കൂട്ടങ്ങൾ മുടക്കുകയില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ കൂടി ആയിരുന്നു ദൈവം വിളിച്ച് വേർതിരിച്ച് സത്യത്തിന്റെ ശുശ്രൂഷയിൽ ഇത്രയും നാൾ നിലനിർത്തി. അത് ദൈവത്തിന്റെ വലിയൊരു കരുണയും മാത്രമാകുന്നു എന്ന് എനിക്ക് പറയുവാനുള്ളൂ. തിരുനാമത്തിനോട് സ്തോത്രം. ഞങ്ങളുടേതായ ജീവിത പ്രശ്നങ്ങൾ, ഞങ്ങൾ മലകളും കുന്നുകളും കയറി അന്യനാട്ടിലാണ്. ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ആത്മീയമായ കാര്യങ്ങളോ സഭകളിലെ കാര്യങ്ങളോ ഒന്നും തന്നെ തമ്പിച്ചനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്കാർക്കും തന്നെ അറിഞ്ഞുകൂടാ. ഞങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ കണ്ടെന്ന് ഞാൻ ഇതിനു മുന്നേ ഈ സഭയിൽ സാക്ഷിച്ചതുപോലെ
വിരലിൽ എണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രം ഞങ്ങൾ തങ്ങളുള്ള സഹവാദമുണ്ടോ. ഒരു ദിവസം ഞങ്ങളോട് കൂടെ താമസിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഇല്ല, വേല വിശ്വാസികള് എൻ്റെ മേൽ നടത്തിപ്പുകാര് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് പച്ചവെള്ളമെങ്കിൽ പച്ചവെള്ളം കുടിച്ച് പത്തിയെങ്കിലും കുടിച്ചിട്ട് നാമത്തിന് എന്നോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ മാസം ഇവിടെ വന്ന് ഞങ്ങൾ കാണുമ്പോൾ ഉണ്ടായ അവസ്ഥ എന്നെ വളരെയധികമായി ചിന്തിപ്പിക്കുന്നതിനും ദൈവമേ ഇത്രയും നാം ചെയ്തതാരെന്ന് പറയുന്നു. ഇത്രയും ഇങ്ങനത്തെ വേലയിൽ ജാഗ്രതയോടും തീഷ്ണതയോടും ഇതെന്ത് കഷ്ടം. ഒരു ചെറിയ തലവേദന വന്നാൽ പാവട്ടിനെ വിളിക്കുന്ന ഞാൻ ഇതാരെയും അറിയിക്കാതെ ഇതെല്ലാം സഹിക്കുന്നുവല്ലോ. ഞാൻ എന്നെ കാണാൻ വയ്യാതെ ഞാൻ ദിവസങ്ങൾ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട്. വേലക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒപ്പച്ചൻ്റെ മുറിയിൽ ഇരുന്ന് പൊട്ടരുത്, ഒപ്പച്ചനത് സഹിക്കാൻ വയ്യ. ഞാൻ കട്ടിൽ കൂടി നോക്കും, ഞാൻ മാറിയിരിക്കും. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പോയത് വളരെയധികമായ ദൈവത്തോടടുത്ത് ദൈവത്തിൽ അപേക്ഷിച്ചു. ദൈവമേ, കുറച്ച് വർഷങ്ങൾ കൂടി അവിടുത്തെ ശുശ്രൂഷ കൊണ്ണം എഴുന്നേൽപ്പിക്കണമെന്ന്. അപ്പോൾ ദൈവം മനസ്സിലാക്കുന്നത് ദൈവത്തിനൊരു നിശ്ചയം ഓരോന്നിനെ കുറിച്ചും ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അതിന് പ്രകാരമല്ലാതെ വിഡ്ഢികളായ അടിയൻ വിചാരിക്കുന്നതൊന്നും ദൈവത്തിനോട് സ്വീകാര്യമല്ല. വീണ്ടും ഇവിടെ വന്ന് ഈ സാഹചര്യത്തിൽ ജനപറ്റി 2 വാക്ക് സാക്ഷി വരുവാൻ എനിക്ക് ചെയ്തില്ല. നദിയുടെ സ്തോത്രം. ഞാൻ കവിജാനെ പറ്റി ആദ്യമായി അറിയുന്നത് 1991 ഏപ്രിൽ മാസത്തിലാണ്. താൻ പൂനെ വെച്ച് മൊത്തത്തിൽ പ്രവേശിച്ച പാസ്റ്റർ കുഞ്ഞുമോൻ അന്നാം പ്രധാനമായിരിക്കുമായിരുന്നു. ജനപങ്ങൾ സഭയിൽ ഇരിക്കുമ്പോൾ ജനപങ്ങൾക്ക് എനിക്ക് വേണ്ടി കല്യാണാലോചനയ്ക്കായിട്ട് പിതാവിൻ്റെ വരുന്ന സമയത്ത് എനിക്ക് മുന്നേ പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുപാലക്കാരൻ്റെ ഒരു വിശ്വസനായ കൂട്ടുപാലക്കാരൻ്റെ പെങ്ങളാകണം. അത് കേട്ടപ്പോൾ തന്നെ ഞാനെല്ലാം അനുസരിക്കുകയും കുഞ്ഞച്ചനെ ഒരു മുതജ്യേഷ്ഠൻ സ്ഥാനത്ത് നിന്നിട്ട് എന്നോട് ഉപദേശങ്ങൾ തരികയായിരുന്നു. അതിൻ്റെ പിറ്റേ തന്നെ ഞാൻ പെൺകുട്ടി കാണാനായി പിന്നെ പല വീട്ടും അന്ന് സെൻട്രൽ ഫാസ്റ്റ് ആയിരുന്നു. പ്രവേശിച്ച ഫസ്റ്റ് ബി തോമസ് ആയിരുന്നു. ഫാസ്റ്ററുടെ റൂമിൽ ഞങ്ങൾ ഇരുവരെയും വിളിച്ച് ഫാസ്റ്ററുടെയും അഭിപ്രായം ഇതായിരുന്നു, വിശ്വസ്തനായ ഒരു വിശുദ്ധനായ വേലക്കാരൻ്റെ പെങ്ങളാകുന്നു. അപ്പോൾ തന്നെ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. ആ സമയത്ത് തന്നെ വാക്കാൽ ഞാൻ വാക്ക് വിളിക്കുകയും ചെയ്തു. അതിനുശേഷം ചില കാരണത്താൽ ഒക്ടോബർ മാസം നാട്ടിലേക്ക് കഴിവി എൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം തമ്മിച്ചാനോടെ കത്തിടപാട് നടത്തിയിരുന്നു. ഞാൻ വന്നതിനാളത് എന്നെ കാണുകയും ആ സൗമ്യമായ വാക്കുകളും സ്നേഹവും കണ്ട് വളരെ ഞാൻ സന്തോഷിച്ചു. അതിനുശേഷം ഞങ്ങളുടെ വിവാഹത്തോടനുബന്ധിച്ച ശേഷം ഞാൻ എൻ്റെ ആലോചനകളിലും എൻ്റെ ആവശ്യങ്ങളിലും ഞാൻ തമ്മിച്ചാനോട് അഭിപ്രായരായുകയും എല്ലാ സന്ദേശങ്ങൾ തരികയും അതെന്ത് പറയാം അത് പറയും ഞങ്ങൾ അനുസരിക്കുകയും അത് ഏറ്റവും അനുഗ്രഹത്തിന് വലിയ കാരണമായിരിക്കും. പലപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഭവനം വാങ്ങിക്കുന്നതായ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ വളരെ പൈസ കിട്ടുന്നതിന് വളരെ തടസ്സം ഉണ്ടായ സമയത്ത് പ്രകാരം ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അധികാരിയുടെ മനസ്സിന്റെ ദൈവം തൊട്ടിരിക്കുന്നു, നിങ്ങൾ സമാധാനത്തോടെ വാക്കുകൾ അതേ മനുഷ്യൻ തന്നെ ഞാൻ ആഗ്രഹിച്ചു. പരിയായ ദൈവം ഞാൻ അനുഗ്രഹിക്കുകയും എല്ലാവരും ചിന്തിക്കുകയെല്ലാം നിർവഹിച്ചിരിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഒരേ ആലോചന ചോദിക്കുകയും ഞങ്ങളെ പ്രാർത്ഥനയിലും ഉപദേശത്തിലും വളരെയധികം സഹായിച്ചു. ഞങ്ങളൊരു സഹായിയായിരുന്നു. എന്നാൽ ഇന്നുവരെയും വേലയോടും സ്വന്തക്കാരോട് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇതുവരെ എന്റെ കുഞ്ഞുങ്ങൾ പോലെ സ്വന്തം കയ്യിൽ ഒരു ചോക്ലേറ്റ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ പറയുമ്പോൾ ഞാൻ പറയും, മക്കളെ ഇതാകുന്നു വേലയുടെ പ്രതിഷ്ഠ. ഇതാണ് വേലയുടെ പ്രതിഷ്ഠ. കാരണം മാത്രമേ അവിടെ ചീഫ് മാസ്റ്റർ അപ്പച്ചനെ പറ്റിയുള്ള സാക്ഷ്യവും ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ഞാൻ എല്ലാവരും വിശ്വാസം തന്റെ പ്രതിഷ്ഠയെ നിലനിൽക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. 2 മാസം കൂടെ വരികയും നല്ല കഷ്ടതയും ദാസൻ മാറ്റാൻ വേണ്ടി കഷ്ടപ്പെടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. വളരെ ഞങ്ങൾ കണ്ണുനീരൊഴുക്കിയുണ്ട്. കാരണം ഈ ലോകപ്രകടമായി ഒരു പിതാവിനെ മക്കളെ കൂടി ലഭിക്കുന്നത് എത്രയോ മടങ്ങ് ദാസന്മാരിൽ കൂടുതൽ ശുശ്രൂഷ ലഭിക്കുന്നു. ഞങ്ങൾ തന്റെ കഷ്ടതയിൽ ചില ദിവസങ്ങൾ തന്നോട് കൂടിയായി പലരെയും സഹായിച്ചു. ഞങ്ങൾ രാത്രി
പൂജകളോടും അയാളെ പിടി ചെയ്യുക, അതിനുശേഷം കൈവച്ച് പ്രാർത്ഥിച്ച് 11 മണി പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്താകുന്നു ശുചിബന്ധ ഫോൺ വന്ന് അവസ്ഥയിലാക്കുന്നു. ഉടനെ ഞങ്ങൾ അതിലെ രോഗത്തിന് വിടുന്നില്ല. ഞങ്ങൾ കണ്ണീരൊക്കെ പ്രാർത്ഥനയിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുടുംബമായി ഇവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് പറയാൻ അറിയത്തില്ല. എനിക്ക് മാതാവൻ, എന്റെ പിതാവൻ, എന്റെ സഹോദരൻ, എന്റെ സഹോദരി, എന്റെ ദൈവം കഴിഞ്ഞാൽ പിന്നെ എല്ലാമായിരുന്നു. ഇത്ര സമയം പെട്ടെന്ന് എന്റെ ദൈവം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് എന്റെ സുശേഷങ്ങൾക്കായിട്ട് നിർമ്മിച്ചത്. ആ 10 വയസ്സ് വരെയും എന്റെ മാതാവ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൂടാതെ എന്നെ അധികമായി സ്ട്രിക്റ്റിൽ വളർത്തുകയും അങ്ങോട്ട് നോക്കാൻ പറ്റില്ല, അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, അനുസരിച്ച് ജീവിച്ചു, അല്ലെങ്കിൽ അടി കിട്ടുമായിരുന്നു. അങ്ങനെ അത്രയും സ്ട്രിക്റ്റിൽ എന്നെ വളർത്തിയതാണ്. 10 വയസ്സിലാണ് സുശേഷങ്ങൾക്കായി പോകുന്നത്. അതിനു മുമ്പ് അച്ഛനക്ക് പലപ്പോഴും ഞാൻ ജനിക്കുന്നതിന് 2 വർഷം മുമ്പാണ് മാതാപിതാക്കൾ പെന്തക്കോസ്തിലായത്. അപ്പോൾ എന്റെ 2ാമത്തെ ബ്രദറും എന്റെ 4ാമത്തെ ബ്രദറും അമ്മയുടെ ഒപ്പം അമ്മ വിളിക്കുന്നതനുസരിച്ച് പോകുമായിരുന്നു. തമ്മിച്ചാണ് ഏറ്റവും മൂത്ത ബ്രദർ. അവരും 2 പേരും ഏറ്റവും പോകത്തില്ല. എന്നാൽ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോനായിരുന്നു. അമ്മ വിളിക്കും, മോനെ മീറ്റിങ്ങിന് കടന്നു വരാന്. അപ്പോൾ ഞാൻ അമ്മയുടെ കൈ പിടിച്ച് അമ്മയുടെ കൂടെ ഞാൻ പോകുമ്പോൾ കേൾക്കും, ഞാൻ മോനെ മീറ്റിങ്ങിന് കടന്നു വരാൻ. അവൻ പറയില്ല. ചീട്ട് കളിക്കുന്നവരുടെ മുന്നിൽ പോയി കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു, കളിക്കത്തില്ലായിരുന്നു. അപ്പോൾ അമ്മ പറയും, മോനെ നീ ഇവിടെ നിൽക്കരുത്. അമ്മ വെള്ളത്തിലെല്ലാം എത്ര വെള്ളമായിരുന്നാലും മീറ്റിങ്ങിനെല്ലാം കടന്നു പോകുമായിരുന്നു. അപ്പോൾ അമ്മ വിളിക്കുമായിരുന്നു, മോനെ വാ മോനെ, അമ്മ എന്നെ തടസ്സപ്പെടുത്തുന്നില്ലല്ലോ, അമ്മ പോയിക്കൊള്ളുക, ഞാൻ വരുന്നില്ല. അപ്പോൾ അമ്മ പല പ്രാവശ്യമായിട്ട് നീ വിളിച്ചു കഴിഞ്ഞ് അവസാന ഒരു ദിവസം ബുധനാഴ്ച പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ചു, മോനെ നിന്നോട് ഞാൻ പറഞ്ഞേ എൻ്റെ കൂടെ മീറ്റിങ്ങിന് കടന്നു വരാം. അമ്മ പറഞ്ഞു, ഇല്ല അമ്മയോട് ഞാൻ പറഞ്ഞില്ല, അമ്മ പോയിക്കോളൂ. അപ്പോൾ അമ്മ പറഞ്ഞു, ദൈവം നിന്നെ പിടിക്കും, അപ്പോൾ നീ വരുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അമ്മ മനസ്സോട് വിഷമിച്ചോട് വന്നു എന്നെ കൈക്ക് പിടിച്ചോളൂ. അമ്മ മീറ്റിങ്ങിന് കടന്നു പോയി. ആ വെള്ളിയാഴ്ച ഉപവാസ പ്രവർത്തനം നടത്തി സിസ്റ്റേഴ്സ് കയറി. അപ്പോൾ ആ പ്രൈവറ്റ് വിളിച്ച് അമ്മയുടെ ദർശനം കണ്ടു, ഭയങ്കരമായ തീ കത്തുന്നതായിട്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, അമ്മ കൂട്ടു സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടെന്ന്. അപ്പോൾ അതിനകത്തൊരു അമ്മ പറഞ്ഞു, സിസ്റ്റർ നിങ്ങളുടെ മക്കളെ എല്ലാം വഴക്ക് പറഞ്ഞു എന്ന്. അമ്മ പറഞ്ഞു, ഞാനിങ്ങനെ കമ്പി മനയിലെ വഴക്ക് പറഞ്ഞു. അപ്പോൾ ദൈവത്തോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. എങ്കിലും അതിലധികം താമസിയാതെ തന്നെ കുറച്ച് ഭയങ്കര വെള്ളപ്പൊക്കത്തിന്റെ സമയമായിരുന്നു. അതിനാൽ വീട്ടില് അരി തീർന്നു പോയതിനാൽ ഗോതമ്പ് പൊടിക്കണമായിരുന്നു. അപ്പോൾ തമിഴ്നാട് പറഞ്ഞു, ഇങ്ങനെ ഈ ഗോതമ്പ് കൊണ്ട് പൊടിപ്പിച്ചോണ്ട് വരാന്. അങ്ങനെ ഗോതമ്പ് പൊടിപ്പിക്കാനായിട്ട് മില്ലിൽ കൂട്ടുകാർ ചേർന്ന് പോയി. അവിടെ മില്ല് ഗോതമ്പ് പൊടിച്ചോണ്ട് ലാസ്റ്റ് തമിഴ്നാട് ഗോതമ്പ് വരുന്നിട്ട്. അപ്പൊ കൂട്ടുകാർ തമ്മിൽ ചലം ചെയ്തു, പറഞ്ഞു നിനക്ക് കഴിയുമ്പോൾ ഭയങ്കര കടക്കായിരുന്നു, കഠിന ഹൃദയമായിരുന്നു ആ സമയങ്ങളിൽ. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, നിനക്ക് കഴിയുമ്പോൾ വിഷനകത്ത് കൈയിട്ട് ആ വലിയ വിഷനത്തിലും പൊടി അതിനകത്ത് വെച്ചിരിക്കും, അപ്പോൾ നിന്റെ പൊടി അതിനകത്തുണ്ടാവും, നീ കൈയിടാൻ പറഞ്ഞു. അപ്പോൾ മീശയും ബന്ധ ചെയ്യാനായിട്ട് അപ്പച്ചൻ പോയിട്ടുള്ളായിരുന്നു. ലാസ്റ്റ് കടയിൽ കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ കൈയിടുകയും ആ വിരലുകളെല്ലാം നോക്കി പോവുകയും ചെയ്തു. ഞങ്ങൾ ആരും അറിയുന്നില്ലായിരുന്നു. എൻ്റെ മാവിയും എല്ലാവരും കൂടി അന്ന് വണ്ടികളൊന്നും ഇല്ലാത്ത സമയമാണ്. വള്ളത്തിൽ വെള്ളപ്പൊക്കത്തിൽ ആശുപത്രി കൊണ്ടുപോയി 1.5 മാസം ഓർമ്മയെങ്കിൽ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. 1.5 മാസം അങ്ങോട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോഴേക്ക് അപ്പച്ചനായിരുന്നു അവിടെ തലവടി സൗകര്യക്കുന്നത്. അപ്പോൾ അപ്പച്ചൻ ചെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ഉപദേശങ്ങളെല്ലാം അറിയിച്ചു. അപ്പോൾ ഭയങ്കര അതിവേദനയായി കഷ്ടപ്പെടുമായിരുന്നു ഹോസ്പിറ്റലിൽ കിടന്ന്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നീ ദൈവത്തിനായിട്ടുള്ളവനാണ്, നീ ദൈവത്തിന് വേണ്ടി കടന്നു വരണം എന്നെല്ലാം പറഞ്ഞു. പ്രാർത്ഥിച്ചെങ്കിലും അപ്പച്ചനോട് പറഞ്ഞു, ശരി അപ്പച്ച, ഞാൻ എനിക്ക് സുഖം കിട്ടുവാണെങ്കിൽ ഞാൻ കടന്നു വരണമെന്ന്. അങ്ങനെ സുഖമായി വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും നാട്ടുകാരും ബന്ധുക്കാരും എല്ലാം മർത്തമ്മക്കാരായതിനാൽ അവരെല്ലാം അച്ഛനെ പിന്തിരിപ്പിക്കാൻ തുടങ്ങി. പിന്നെ അമ്മ പറഞ്ഞു, മോനെ ഒരിക്കൽ പ്രതിഷ്ഠ ചെയ്താണ്, ഇനി നീ ചെയ്യരുത്, നീ കടന്നു വന്നാൽ
വിശ്വാസിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെക്കാൾ സ്നേഹമായിട്ട് വിശ്വാസികള് ബന്ധുമിത്രാദികള് എല്ലാവരെയും പ്രിയപ്പെട്ടവരുമാനായി തന്നെ വളർന്നു. ജിത്തുവിന് കൈ മുറിഞ്ഞെങ്കിലും മീൻ പിടിക്കാൻ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മീൻ നമ്പിച്ചാനായിരിക്കും കിട്ടുന്നത്. ആ മീൻ കൊണ്ട് വന്നിട്ട് അമ്മയുടെ ആദ്യം പറയും, അമ്മ എത്രയും കൂടുതൽ നല്ല മീൻ നോക്കി പേത്തോളിലേക്ക് മാറ്റി വെക്കണം. അതുപോലെ സാധനങ്ങൾ കൃഷി ചെയ്ത് കഴിയുമ്പോൾ കൃഷി ചെയ്ത് കൊണ്ടുവരുമ്പോൾ പറയും, അമ്മ ഇതിനൊക്കെ ഏറ്റവും നല്ലത് അമ്മയെ പേത്തോളിലേക്ക് കൊടുക്കണം. കൈ കഴിയാന്നുള്ളൊരവസ്ഥയേ ഇല്ല. ഒരു കൈ കൊണ്ട് തന്നെ തുമ്പ എടുത്ത് കിളയ്ക്കുകയും മീൻ പിടിക്കാൻ പോകുന്ന എല്ലാ പഠിച്ച് വരുന്ന അമ്മയുടെ കൂടെ അടുക്കളയിൽ നിന്ന് ഞാൻ കുഞ്ഞായി കൊണ്ട് ഞാൻ കാണുമായിരുന്നു. അടുക്കളയിൽ ഭാര്യയില്ല, പച്ചക്കറി എല്ലാവരും കൊടുക്കുക എല്ലാം ചെയ്യുമായിരുന്നു. അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓമനപുത്രനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിളിക്ക് വേലക്കായിട്ട് വിശുദ്ധമായ കൈക്ക് വയ്യാത്ത നിമിത്തം ദേശങ്ങളിലേക്ക് ഇറങ്ങാൻ മടിയുണ്ടായിരുന്നു. എങ്കിലും വിശുദ്ധമാരെത്തുമ്പോൾ അച്ഛനായിരുന്നു ഇങ്ങനെയൊരു അവസാന സമയത്ത് ഒന്നുകൂടെ കടന്നു നിന്ന് ഇതിന്റെ മതപ്രസ്ഥാനം പ്രിയപ്പെട്ട ദാസന്മാരെയും മക്കളായിരിക്കുന്ന ജനങ്ങളെയും കണ്ട് അവരെല്ലാവരുടെ ദൈവനാമത്തിൽ ഒന്നാം പ്രകാരം ദൈവത്തിന് സഹായിച്ച് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തില് ഞാൻ ഓർക്കുന്നു, ഞാൻ ഈ പ്രദേശത്ത് കടന്നു വന്ന ഏപ്രിൽ മാസത്തിലെ വിവാഹാനന്തം ചാരുമൂട ഭാഗത്ത് വന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് തമ്മിനെ കാണണം, ഒരാരാധനയ്ക്ക് പങ്കുകൊള്ളുന്ന എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. തൻ്റെ വായിൽ ദൈവം കൊടുക്കുന്ന ദൂതുകൾ കേൾക്കണം എനിക്ക് വലിയൊരു കൊതിയായിരുന്നു. അതിനുവേണ്ടി ഞാനിവിടെ വന്നു. പക്ഷേ അത് വലിയ ശാരീരികമായിട്ട് സുഖമില്ലെന്നെങ്കിൽ ഞാൻ സുഖമില്ല വളരെ തെറ്റിയാണ്. സ്പോണ്ടിലൈറ്റിസിന്റെ അസുഖമായിട്ട് കംപ്ലീറ്റ്ലി പാർപ്പസ്പൈനാണ്, ലെഫ്റ്റ് ഹിപ്പ് ജോയിന്റ് കംപ്ലീറ്റ് സ്റ്റിഫാണ്. എങ്കിലും ഞാൻ ഉത്സാഹത്തോടു ഇവിടെ കടന്നു വന്നു. ദൈവം എനിക്ക് പോകുന്നു, ദാസനെ കണ്ടു, പല സമയങ്ങളിൽ നിന്ന് ചില സംസാരിച്ചു. പക്ഷേ ആരാധന സമയത്ത് എനിക്ക് പങ്കുകൊള്ളാൻ സാധിച്ചില്ല. ഞാൻ പലരായിട്ട് കിടപ്പായി പോയി. 3-4 ദിവസം ഞാൻ ഇവിടെ പരിശീലനം കിടന്നുപോയി. ഒരു മീറ്റിംഗ് കേൾക്കാൻ പറ്റില്ല, മേടി കിടന്നു, ശബ്ദം കേൾക്കാൻ ഒന്നും മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ ഇവിടുന്ന് സുഖമായിട്ട് തിങ്കളാഴ്ച തന്നെ തിരിച്ചുപോയി. അതിനുശേഷമായ കൊട്ടാരക്കര കൺവെൻഷന്റെ സമയത്ത് ഇവിടെ കൺവെൻഷൻ നടക്കുന്നു, ബോംബെ കൺവെൻഷൻ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കൊട്ടാരക്കര കൺവെൻഷന് പോകുന്നു. ഞാൻ മൂത്ത മകനുമായിട്ട് ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് ഇവിടെ വന്നു. തമ്പിജനുമായിട്ട് സംസാരിച്ച ആ സമയത്ത് ഇവിടുത്തെ കൺവെൻഷൻ നിശ്ചയിതനായിരിക്കുകയായിരുന്നു. കൊട്ടാരയ്ക്ക് പോകുന്നില്ല ചോദിച്ചു, പറഞ്ഞു ഞാൻ ശനിയാഴ്ച പോകുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് പറഞ്ഞാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീട്ടുകാര്യങ്ങളും ശാരീരിക സുഖകര്യങ്ങളും ഒക്കെ സംസാരിച്ചു. വളരെ സന്തോഷമായി എനിക്ക് തോന്നി. പക്ഷെ അതിനുശേഷം ഞങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് വൈകിട്ട് ഞങ്ങൾ കൊട്ടാരക്കര കൺവെൻഷന് പോയി. സംബന്ധിച്ചതിനോട് ഞാൻ ശനിയാഴ്ച അവിടെ കയറത്തുള്ളൂ. ശരിയാട്ടം ഞങ്ങൾ മുന്നോട്ട് പോയി കൺവെൻഷൻ കഴിഞ്ഞ് ശനിയാഴ്ച രാത്രി തമ്മിൽ നിന്ന് കൊച്ചു പാസ്റ്റർ പറഞ്ഞു, ഞാൻ കൊച്ചെന്ന് കഴിഞ്ഞിട്ട് പാസ്റ്റർ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൺവെൻഷൻ കൂടി. അതായത് ഞങ്ങൾ തിരിച്ചു പോകാൻ തീയതി കാരണം മൂത്ത മോൻ പോയിട്ട് സമയമായി. 14-ാം തീയതി തിരിച്ചു പോകുമ്പോൾ 15 കൺവെൻഷൻ തീരുമാനം രാത്രി കൂട്ടത്തെ കൂടാതെ ഞങ്ങൾ ഉടനെ പോകാൻ തീരുമാനിച്ച് തപ്പിച്ച് അന്വേഷണം പറഞ്ഞു, എവിടെയോ പുറത്ത് വിസിറ്റിംഗിലാണെന്ന് പറഞ്ഞു. ശരി, സന്തോഷമായിട്ട് ഞങ്ങൾ 1.5 മണിക്കൂർ താമസമുണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ. ശരി, സാരമില്ല, നമുക്ക് സാധ്യതയോടെ പിന്നാണ് പോകാമല്ലോ എന്ന് വേണ്ടി ഞങ്ങൾ നിന്നു. 4-5 മണിയായപ്പോൾ കടന്നു വന്നു. ഞങ്ങളോട് വർത്താനം പറഞ്ഞ് പുറത്ത് തന്നെ വണ്ടിയിലെടുത്ത് ഇന്ന് വർത്താനങ്ങളെല്ലാം പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ശരി ഞങ്ങളുടെ അവിടെ നീങ്ങുകയാണ്. അഭിജൻ പ്രാർത്ഥിക്കും. അതായത് ഞങ്ങളുടെ ഭവനത്തിലെ 3ാമത്തെ സഹോദരനാണ്. എങ്കിലും ഞങ്ങളുടെ മാതാവ് കടന്നുപോയി കോട്ടയത്തായിരിക്കും. അതിന് മുമ്പായിട്ട് അതിനുശേഷം പിതാവ് കഴിഞ്ഞ് 2-3 വർഷം മുമ്പ് ബോംബെയിൽ വെള്ളപ്പൊക്ക സമയത്ത് ബോംബെ വിശ്വാസഭവനത്തിൽ സെന്ററിലെ പാസ്റ്റർ ബിലിച്ചാകോ ഭാഷണിക്കുന്ന സമയത്ത് അവിടുന്ന് ആ സമയത്ത്